സുവോളജി ഗ്രാജുവേറ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് നന്നായി റെക്കോർഡൊക്കെ കീപ്പ് ചെയ്തിരുന്നു. തിരിച്ചു വന്നത് ഇപ്പൊ ഒരു 5-8 വർഷമായിട്ട് മ്യൂറൽ പെയിന്റിങ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ കുറച്ച് പഠിച്ചു. ഇപ്പൊ ഈയിടെ ആയിട്ട് സാറിന്റെ ഫേസ്ബുക്കിൽ സാറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നത്. സത്യം പറഞ്ഞാല് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ് ആണ്, പിന്നെ വീഡിയോ റെക്കോർഡ് ഇങ്ങനെയാണല്ലോ. പക്ഷെ സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു വക കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും പെൻസിൽ സ്കെച്ച് ഞാൻ ചെയ്തിട്ടേ ഇല്ല സാർ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ് ഷീറ്റിൽ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം സാറിന്റെ പ്രചോദനം കൊണ്ടാണ് ഒരു ആർട്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ അത് ഭയങ്കര ഞാൻ പ്രതീക്ഷിച്ചതിലും എന്റെ മാസ്റ്റർ പീസ് പ്രതീക്ഷിച്ചതിലും നന്നായി വന്നു. ഞാൻ ഡ്രോയിങ് പഠിച്ചു എന്ന് ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ. ഓൺ ദ വേ ആണ് ഞാൻ പഠിച്ച A to Z പെൻസിൽ ഡ്രോയിങ്. അതിൽ വന്നപ്പോൾ തന്നെ 7 എലിമെന്റ്സ് പഠിച്ചപ്പോൾ കുറെയൊക്കെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് വന്നു. മറ്റെനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ വരച്ചാലും ആരും ഞാൻ കാണിക്കാറില്ല, അങ്ങനെ വരയ്ക്കാറില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ധൈര്യത്തില് എന്റെ മനസ്സാക്ഷി പറയുന്നു, ഒന്നും പേടിക്കാനില്ല. സാർ പറയല്ലോ, നമ്മൾ എന്ത് ചെയ്താലും തെറ്റ് എന്നുള്ള വിചാരം പാടില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അത്ര വലിയ പേടിയില്ല. അതെന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഏതായാലും സാറിന്റെ ക്ലാസ്, സാറിന്റെ വീഡിയോ, സാറിന്റെ വോയിസ് കോഡ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. മുഖത്ത് നോക്കി പ്രശംസിക്കുന്നതല്ല, ഉള്ളിൽ തട്ടി പറയുന്നതാണ്. സന്തോഷമുണ്ട്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനെസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് ആർട്ടിൽ സക്സസ് ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉമാദേവി മാം ഉണ്ട്. മാം എക്സാക്ട്ലി നമ്മുടെ ക്ലാസ്സിലോട്ട് വന്ന് നമ്മൾ പറയുന്ന ആക്ഷൻസ് എല്ലാം എടുത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല ചിത്രങ്ങൾ വരച്ചിട്ട് ഹോൾ ഓഫ് ഫെയിം റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. മാം പറഞ്ഞൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഉമാദേവി രാധാകൃഷ്ണൻ, കാലിക്കറ്റിൽ നിന്നാണ്. സുവോളജി ഗ്രാജുവേറ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് നന്നായി റെക്കോർഡൊക്കെ കീപ്പ് ചെയ്തിരുന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ജോലിയായി, പിന്നെ എല്ലാം കഴിഞ്ഞ് വയസ്സുകാലത്താണ് തിരിച്ചു വന്നത്. ഇപ്പൊ ഒരു 5-8 വർഷമായിട്ട് മ്യൂറൽ പെയിന്റിങ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ കുറച്ച് പഠിച്ചു. ഇപ്പൊ ഈയിടെ ആയിട്ട് സാറിന്റെ ഫേസ്ബുക്കിൽ സാറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. ഈയിടെ പറഞ്ഞാൽ റഫ്ലി 3-4 മാസം മുന്നേ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നത്. സത്യം പറഞ്ഞാല് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ് ആണ്, പിന്നെ വീഡിയോ റെക്കോർഡ് അങ്ങനെയാണല്ലോ. പക്ഷെ സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു വക കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾക്കൊക്കെ ഹൗസ് വൈഫൊക്കെ ആകുമ്പോൾ ഒരു ലിമിറ്റഡ് ടൈം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ടൈമിന് അതിലിടക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഹസ്ബൻഡിന് അസുഖമായി, എനിക്കും. അപ്പം കുറച്ചൊരു ഇത് വന്നിരുന്നു. പിന്നെ ഞാനിപ്പം വീണ്ടും പിടിച്ചു കയറി തുടങ്ങി. പിന്നെ എനിക്ക് സാറിന്റെ അടുത്ത് പറയാനുള്ളത്, സാറിന്റെ വോയിസ് ബോർഡും സാറിന്റെ വീഡിയോ ഒക്കെ കലക്കാൻ നല്ല പരിപാടിയാണ്. ഐ മീൻ നമുക്ക് നല്ല പ്രചോദനം തരുന്നതാണ്. പിന്നെ ഡ്രോയിങ് മാരത്തോൺ ഞാൻ ഒരിക്കലും പെൻസിൽ സ്കെച്ച് ഞാൻ ചെയ്തിട്ടേ ഇല്ല സാർ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ് ഷീറ്റിൽ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം സാറിന്റെ പ്രചോദനം കൊണ്ടാണ് സാർ കണ്ടിരുന്നല്ലോ, ഞാൻ ഒരു ആർട്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ അത് ഭയങ്കര ഞാൻ പ്രതീക്ഷിച്ചതിലും എന്റെ മാസ്റ്റർ പീസ് പ്രതീക്ഷിച്ചതിലും നന്നായി വന്നു. ശരിക്കും നന്നായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ എക്സ്പെക്ടേഷനിലും കൂടുതൽ നന്നായി വന്നു. സാറ് കുറെ കറക്ഷൻസ് പറഞ്ഞു വന്നിരുന്നു. അത് ഞാൻ ഓൾറെഡി പ്ലാസ്റ്റിക് ഇതൊക്കെ ഇട്ട് ചെയ്തു പോയി. അപ്പൊ ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഇതില് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഞാനിത് ബൊക്കെ എഫക്റ്റ് ചെയ്തിരുന്നു. അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ എന്നൊന്ന് അറിയേണ്ടിയിരുന്നു. ബൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആവും. ചില മെത്തേഡ് കറക്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ടാൽ മതി എല്ലാത്തിന്റെ ഔട്ട്ലൈൻ. മറ്റേ ബ്ലാക്ക് വല്ലാണ്ട് ഡാർക്ക് ആക്കിയത് തെറ്റിപ്പോയോ? അതിന്റെ ഔട്ട്ലൈൻ ബ്ലർ ആയി പോണം. ഔട്ട്ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെ ഇരിക്കരുത്. വൈറ്റിന്റെയും ഔട്ട്ലൈൻ കട്ട് ചെയ്ത് വെച്ച പോലെ. പിന്നെ അതിന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, ഔട്ട്ലൈൻ പാടില്ല. ഓ അത് ശരി. പാടില്ല. ഓക്കെ. പിന്നെ എനിക്കൊരു ഇത് കുഞ്ഞു കുട്ടിയാണ്, നിറയെ ഹെയർസ് ആണ്. അപ്പൊ ഞാനത് നമ്മുടെ ഇതില്ല, എന്താണ് പറയേണ്ടത്,
ഇന്ത്യൻ മെത്തേഡ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അത് ഓക്കെ ആണോ, അല്ല അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? സ്വന്തമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ഏകദേശം അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല, നന്നായി വരച്ചിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക്സ്. പിന്നെ ഞാൻ കുറച്ചൊരു ക്രാഫ്റ്റിനോടും കൂടെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യും. ഞാൻ സമയം കളയുന്നില്ല. ഇതൊക്കെ ഞാൻ ക്ലേ ഇല്ലേ, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ മേലെ സമയം കളയുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു മ്യൂറൽ പെയിന്റിങ് കാണിച്ചോട്ടെ സാറിന്? കാണിച്ചു കാണിച്ചു. എനിക്ക് 10-35 മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്. ഗീതോപദേശമാണ്. കാണുന്നുണ്ട് സർ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു ഗണപതിയാണ് വലുത്. എന്റെ അടുത്ത് ഒരുപാട് മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കോഴ്സിലോട്ട് ഒരു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, മ്യൂറൽ പെയിന്റിങ് മാത്രമേ ചെയ്യായിരുന്നുള്ളൂ, ഡ്രോയിങ് അറിയില്ല, അപ്പൊ അതായത് കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡ്രോയിങ് പഠിച്ചു കഴിയുമ്പോ എന്താ മാറ്റം ഫീൽ ചെയ്യുന്നത്? ഞാൻ ഡ്രോയിങ് പഠിച്ചു എന്ന് എനിക്ക് അങ്ങനെ, ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ. ഓൺ ദ വേ ആണ് ഞാൻ പഠിച്ച A to Z പെൻസിൽ ഡ്രോയിങ്. അതിൽ വന്നപ്പോൾ തന്നെ 7 എലിമെന്റ്സ് പഠിച്ചപ്പോൾ കുറെയൊക്കെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് വന്നു. മറ്റെനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ വരച്ചാലും ആരും ഞാൻ കാണിക്കാറില്ല, അങ്ങനെ വരയ്ക്കാറില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ധൈര്യത്തില് എന്റെ മനസ്സാക്ഷി പറയുന്നു ഒന്നും പേടിക്കാനില്ല. സാർ പറയല്ലോ, നമ്മൾ എന്ത് ചെയ്താലും തെറ്റ് എന്നുള്ള വിചാരം പാടില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അത്ര വലിയ പേടിയില്ല. അതെന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് ആർട്ട് വർക്ക് എടുക്കാം. ഓക്കെ, ഇതല്ലേ? അതെ. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ആദ്യം കണ്ണ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം മെഷർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഒരുപാട് ടൈം എടുത്തിന്, അത് വേറെ കാര്യം. നല്ലോണം പരിശ്രമിച്ചിന്. പക്ഷെ എന്റെ ഒറിജിനൽ പിക്ചറിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ടല്ലോ, ഏകദേശം അതേ മെഷർമെന്റ് തന്നെ കൊണ്ടുവന്നു. വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു, സാറും പറഞ്ഞല്ലോ, എന്റെ ഷെയ്ഡിങ് അത്ര കൂടുതൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ പെണ്ണുങ്ങളുടെ ഭംഗി, ആ സ്ത്രീന്റെ ഭംഗി പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. അത് കാരണം ഒരു പേടി, അതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. ചെയ്തെല്ലാം പെർഫെക്റ്റ്, അളവുകളും എല്ലാം നന്നായി വന്നിട്ടുണ്ട്, ചെയ്തെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രോയിങ് മാസ്റ്റർ മാരത്തോണിൽ വന്നപ്പോഴാണല്ലേ കുറെ ക്ലാരിറ്റി കിട്ടിയേ നമ്മുടെ ആർട്ടില്. തീർച്ചയായിട്ടും സർ. അതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട്. പിന്നെ എത്ര പറഞ്ഞാലും മതിയാവില്ല സാറിന്റെ പ്രചോദനം. പിന്നെ നമ്മൾ എറണാകുളത്തെ പ്രോഗ്രാം ഭയങ്കര നല്ലതായിരുന്നു. നമുക്കൊരു എന്താ പറയാ, ആവേശമെന്നോ, നമുക്കൊരു നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര രാത്രി ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ടാണ് വന്നത്. അത് കാരണം കുറച്ച് അസുഖമായിപ്പോയി. പിന്നെ എന്നാലും ആ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം സാറായി. പിന്നെ സാറിന്റെ ആ ഒരു മോട്ടിവേഷനും എല്ലാം കൂടെ കുറെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഈശ്വരനെ അനുവദിച്ചാൽ ചെയ്യാം. പിന്നെ ഞാൻ ഇനിയിപ്പോ സക്സസ് മാരത്തോൺ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ജാനുവരിയിൽ സാർ തുടങ്ങുന്ന അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ഗോളാ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അച്ചീവ് ചെയ്യാനായിട്ട്? ഇത് തന്നെയാണ്, ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുക. എനിക്കൊരു പിക്ചർ കണ്ട അതെനിക്ക് വരയ്ക്കാൻ പറ്റണം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്റെ ഒരു ഏജ്, ഞാൻ ചെറിയ പ്രായമല്ല. അപ്പൊ ഇനി എനിക്ക് അങ്ങോട്ട്, അതുകൊണ്ട് അത്രേ വിചാരിക്കുന്നത്. നല്ലോണം വരയ്ക്കാൻ പറ്റണം. ഇപ്പൊ ഒരു പിക്ചർ കണ്ട ഇതെനിക്ക് വരയ്ക്കണം എന്ന് ആഗ്രഹിച്ച് എനിക്ക് വരയ്ക്കാൻ പറ്റണം. അത്ര തന്നെയാണ്, അതാണ് എന്റെ അർത്ഥം. പിന്നെ പോർട്രേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ശ്രമിച്ച് നോക്കണം. കുടുംബാംഗങ്ങളെ സാവകാശം, പെട്ടെന്ന് പറ്റില്ലല്ലോ. പോർട്രേറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? അത് സാർ അന്ന് നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് സാർ പറഞ്ഞായിരുന്നല്ലോ നമ്മളോട് ഫോളോ ചെയ്യാൻ. ആ സമയത്ത് മാത്രം ഫോളോ ചെയ്തുള്ളൂ. ഇപ്പൊ ഞാൻ A to Z തന്നെ വീണ്ടും പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. കാരണം ചെറിയൊരു ബ്രേക്ക് വന്നു സാർ. അപ്പം വീണ്ടും ഫസ്റ്റ് ലെസൺ നടണം. അങ്ങനെ ആ ഫസ്റ്റ് ലെസണും A to Z പെൻസിൽ കോഴ്സും ഫോളോ ചെയ്യാണ്. അവിടെ കുറച്ച് സ്റ്റക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ പോർട്രേറ്റ് ഡ്രോയിങ് കോഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടോ. തീർച്ചയായിട്ടും. കുറച്ച് നമുക്ക് കുറെ ലെസൺസ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ്. പിന്നെ റെഫറൻസ് ഇമേജ് യൂസ് ചെയ്തിട്ടല്ലേ വരയ്ക്കുന്ന ചിത്രങ്ങള്? അതെ. ഒറ്റ മനസ്സിനെടുത്ത് വരയ്ക്കാനൊന്നും എനിക്ക് ആയിട്ടില്ല സാർ. ഇത് ഞാൻ ഒരു കുട്ടി, നമ്മളെ
നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആരോ ഒരാൾ വരച്ചത് നോക്കിയിട്ട് ഞാൻ വരച്ചതാണ്. ഉം. മുടി സ്റ്റംബ്ലിങ് ശരിയായോ? നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അതാ, ഇങ്ങനെ തന്നെയാണോ സ്റ്റംബ്ലിങ് ചെയ്യാനുള്ളത്? ഡിഫറെന്റ് രീതികളിൽ ചെയ്യാം, അതും ഒരു മെത്തേഡാണ്. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. സാറ് കാണിച്ചു തന്നാൽ ആദ്യം ഞാൻ മറ്റേ പോലെ ചെയ്തു പോയി. ഇത് എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. നെക്സ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ നല്ല റെഫറൻസ് ഇമേജുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ ഉള്ള റെഫറൻസ് ഇമേജുകൾ ചൂസ് ചെയ്യുക. അത് ഞാൻ ജസ്റ്റ് പോർട്രേറ്റ് ഡ്രോയിങ്ങിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇമേജുകളാണ്. ആ, ഇതൊക്കെ നല്ലതായിരിക്കും മാമിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇപ്പം ഇതിൻ്റെ പ്രത്യേകത, ഇത് ഫുള്ളി ഫോട്ടോ പോലെയല്ല, ഡ്രോയിങ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഷെയ്ഡ് പോയിരിക്കുന്നുണ്ടോ? ആ ഹെയർ വരയ്ക്കണമെങ്കിലും അതിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് പോയിരിക്കുന്നത്, എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഒബ്സർവ് ചെയ്ത് ഇത് പേപ്പറിലോട്ട് വരയ്ക്കാനുള്ള പ്രാക്ടീസ് കൂടുതൽ ചെയ്യുക. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും കഴുത്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ലെങ്ത് എത്രയാണ്, അതൊക്കെ നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രാക്ടീസ് കിട്ടും. എന്നിട്ട് പുതിയ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എളുപ്പമായി മാറും. കണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? പിന്നെ വേറെ എനിക്ക് പറഞ്ഞാല് ഞാനിപ്പം സാറ് പറഞ്ഞല്ലോ അന്ന് എക്സിബിഷന്റെ 4-5 കാര്യങ്ങൾ നമ്മൾ 5-8 കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ ഞാനൊരു എക്സിബിഷൻ നടത്തിയായിരുന്നു. കാരണം കുറേ മ്യൂറൽ പെയിന്റിങ് എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ മക്കളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാലിക്കറ്റ് ഇവിടെ ഒരു എക്സിബിഷൻ നടത്തി. എൻ്റെ മകന്റെ കമ്പനിയിൽ ഒരു 3-4 പെയിന്റിങ്, ഇതൊക്കെ 25-ഉം 15-ഉം ഉള്ളതാണ് എൻ്റെത്. ഒരു 4 പെയിന്റിങ് പോയിട്ട് എനിക്ക് ഏകദേശം 1 ലാഖിന്റെ അടുത്ത് കിട്ടി. വേറെ ഒന്നും ഉണ്ടായില്ല, എൻ്റെ മോന്റെ കമ്പനിയിൽ മാത്രം. അപ്പൊ അതെനിക്കൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ പറ്റിയൊന്നും അറിയില്ല. സാറ് പറഞ്ഞ പോയിന്റ്സ് ഒന്നും അറിയുന്നതിന് മുന്നെയാണ് ഞാൻ എക്സിബിഷൻ നടത്തിയത്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത്, എൻ്റെ മക്കളൊക്കെയാണ് ചെയ്തു തന്നെ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു. ഇതിപ്പം മുൻകൂട്ടി ഇതിന് മുന്നേ അറിയുകയാണെങ്കിൽ എനിക്ക് അതൊന്നുകൂടെ ഒരു പ്ലസ് പോയിന്റ് ആയേനെ. ശരിക്കും നല്ല യൂസ്ഫുൾ ആയ കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തരുന്നത്. കാരണം ഒന്നും അറിയാത്ത കൂട്ടർക്ക് ഇതൊക്കെ വളരെ വളരെ ഉപകാരം. ഒരു എക്സിബിഷൻ ഫസ്റ്റ് ആയിട്ട് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര പരിഭ്രമം, എന്താ ചെയ്യേണ്ടത്. അപ്പൊ സാറ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്റെ അഭിപ്രായത്തിൽ വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ടൈം റെഫറൻസ് ഇമേജ് എടുക്കുമ്പോഴേ ഞാൻ കാണിച്ച പോലത്തെ റെഫറൻസ് ഇമേജ് എടുത്തോളൂ, കുറച്ചും കൂടി അടുത്ത ലെവലിലുള്ള. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഓൾറെഡി നമ്മൾ ഒരു മാസ്റ്റർ പീസ് ചെയ്ത് ആ ഒരു ലെവൽ എത്തി. ഇനി അടുത്തടുത്ത ചിത്രങ്ങൾ എടുക്കുമ്പോഴും അതേ ലെവലിലുള്ള ചിത്രങ്ങൾ, അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ചിത്രങ്ങൾ വേണം എടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. എളുപ്പമുള്ള ചിത്രങ്ങൾ എടുത്ത് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരില്ല, അതിൽ തന്നെ നമ്മൾ ലോക്കായി പോകും. അപ്പം അതുപോലത്തെ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കുറേ ചിത്രങ്ങൾ എടുക്കുക, കുറേ പ്രാക്ടീസ് ചെയ്യുക, കുറേ ബെറ്റർ ആയിട്ട് വരും. യെസ്, വൈൻഡപ്പ് ചെയ്തോട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഉള്ളൂ സാർ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഒരു സെക്കൻഡ്. സാർ കണ്ടത് തന്നെ ആയിരിക്കും, ഞാൻ വരച്ചതാ. വേറൊരു വലിയ ബുക്ക് ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ എടുത്ത് കാണിക്കാം. ഇത് വെറുതെ നോസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. കറക്റ്റ് ആയിട്ട് ലിപ്സ്, കണ്ണ്. അത് ബെസ്റ്റ് ആർട്ട് ഒക്കെ ഉണ്ട്. ഒരു നർത്തകി. എത്ര സമയം എടുത്ത് വരയ്ക്കാൻ? ഇതിന് ഞാൻ സത്യം പറഞ്ഞാല് എനിക്ക് സമയം വരയ്ക്കാനിരുന്ന ഞാൻ സമയം നോക്കാറില്ല. എനിക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും പോകുന്നത് ഞാൻ അറിയാറില്ല. കാരണം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും 2 ദിവസം എടുത്തിരുന്നു. 3-4 മണിക്കൂർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഏതായാലും സാറിന്റെ ക്ലാസ്, സാറിന്റെ വീഡിയോ, സാറിന്റെ വോയിസ് ബോർഡ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. മുഖത്ത് നോക്കി പ്രശംസിക്കുന്നതല്ല, ഉള്ളിൽ തട്ടി പറയുന്നതാണ്. സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല. യെസ്, ഒരുപാട് സന്തോഷം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഡ്രോയിങ് മാസ്റ്റർ മാരത്തോണൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനിയും നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ. വൈൻഡപ്പ് ചെയ്യണേ. ശരി, താങ്ക്സ്.